നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇതുവരെ CPM-നുള്ളിൽ പിണറായി വിജയൻ്റെ ഇരുമ്പുലക്ക ഭരണമായിരുന്നു. അതുകൊണ്ട് തന്നെ തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിന് മുൻപ് പാർട്ടിയിലെ മറ്റൊരു നേതാവും കമാന്നൊരക്ഷരം ഉരിയാടിയിട്ടില്ല. ഇപ്പോൾ തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിൽ തോറ്റമ്പിയതോടെ നേതാക്കളൊക്കെ വെളിച്ചപ്പാടാവുകയാണ്. നമ്മൾ ആദ്യം കേട്ടത് ഇടുക്കിയുടെ മലമണ്ടയിൽ നിന്നുള്ള മണിയുടെ അലർച്ചയാണ്. അതായിരുന്നു ഏറ്റവും സത്യസന്ധമായ പെരുമാറ്റം. അതായിരുന്നു ഏറ്റവും സത്യസന്ധമായ പ്രതികരണം. ചിലർ ചോദിക്കുന്നത് പോലെ നല്ല ഭാഷയിൽ സംസാരിക്കാൻ മണിയെന്ത കുമാരനാശാനാണോ? കേരളത്തിലെ CPM അണികളായ അണികളൊക്കെ ചോദിക്കുന്ന ഒരൊറ്റ ചോദ്യം, എന്തുകൊണ്ട് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ തോറ്റു? അതിനുത്തരം പറയാൻ ശ്രമിച്ച MV ഗോവിന്ദൻ്റെ വിശദീകരണം കേട്ടിട്ട് ഒരന്തവുമില്ല കുന്തവുമില്ല. വിഘടനവാദികളും പ്രതിക്രിയാവാദികളും പ്രഥമദൃഷ്ട്യാ അകൽച്ചയിലായിരുന്നെങ്കിലും അവർക്കിടയിലുള്ള അന്തർധാര സജീവമായിരുന്നു. ഇത് വേണം കരുതാൻ. പാർട്ടിയുടെ അടിത്തറ ഒലിച്ചുപോയില്ല. കപ്പിത്താൻ ഇളക്കം സംഭവിച്ചില്ല. കപ്പലൊന്ന് ഉലഞ്ഞതേയുള്ളൂ. ശബരിമല കൊള്ളയോ മറ്റ് ഗതികേടുകളോ പാർട്ടിയെ ബാധിച്ചില്ല. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പിൽ നമുക്ക് വലിയ നഷ്ടം സംഭവിച്ചില്ല. തോൽവി സാങ്കേതികം മാത്രമാണ്. ഇങ്ങനെയൊക്കെ പറയുന്ന MV ഗോവിന്ദൻ്റെ നേർക്ക് ജനങ്ങൾ കണ്ണുപിടിച്ച് നിൽക്കുന്നു. മറുവശത്ത് നമ്മുടെ പച്ച മലയാളത്തിൽ മണിയാശൻ കാര്യം പറഞ്ഞു. പാർട്ടിയുടെ സാധാരണ വിശദീകരണങ്ങളോ എടുത്താൽ പൊങ്ങാത്ത വാക്കുകളോ ഒന്നും മണിയാശാന്റെ മണ്ടയിൽ ഉദിക്കില്ല. ജനങ്ങൾ നന്ദികേട് കാണിച്ചതിന് മണിയാശാന്റെ ഭാഷയിൽ ഒരൊറ്റ വാക്ക് മാത്രം, തനിപ്പെറുപ്പ്. വോട്ടർമാർ പെറുപ്പ് പണി കാട്ടി എന്ന് മണിയാശൻ പറഞ്ഞത് വെറുതെയല്ല. പെൻഷൻ കാശൊക്കെ മേടിച്ച് ഞണ്ണിയിട്ട് പെറുപ്പ് പണി കാട്ടിയ വോട്ടർമാർ. എന്തായാലും ഇടുക്കിയിലെ മലമുകളിൽ നിന്നുള്ള മണിയാശാന്റെ ഈ വാക്കുകൾക്കാണ് കൂടുതൽ പ്രാധാന്യം ജനങ്ങൾ കൊടുക്കുന്നത്. തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിന്റെ കേളികൊട്ട് ഉയരുന്നതിന് മുൻപ് തന്നെ പിണറായി വിജയൻ ഒരു അത്യുഗ്രൻ പ്രയോഗം നടത്തിയിരുന്നു. ആഗോള അയ്യപ്പ സംഗമത്തിലേക്ക് ഇടത്തും വലത്തും രണ്ട് തൂണുകളെ ഒപ്പിച്ചു വെച്ചു. ഒരാൾ സാക്ഷാൽ വെള്ളാപ്പള്ളിയും മറ്റൊരാൾ പെരുന്നപ്പൂപ്പും. അപ്രതീക്ഷിതമായിരുന്നു പിണറായി വിജയൻ്റെ ഈ നീക്കം. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അന്ന് പിണറായി മുന്നോട്ട് വെച്ചത് മുസ്ലിം സമുദായ പ്രീണനമായിരുന്നു എങ്കിൽ പിന്നീട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ കോട്ടകളിൽ നിന്നും വലിയ തോതിൽ ഹൈന്ദവ വോട്ടുകൾ ചോർത്തുപോയത് പാർട്ടിയെ വിറപ്പിച്ചു കളഞ്ഞു. ഇതിനെ തുടർന്നാണ് ഭൂരിപക്ഷ വർഗീയക്കാരുടെ ഇറക്കിക്കളിക്കാൻ CPM തീരുമാനമെടുത്തത്. അതോടെ വെള്ളാപ്പള്ളിയെ ഒപ്പം നിർത്താനുള്ള ശ്രമം തുടങ്ങി. പിന്നെ നമ്മുടെ സാക്ഷാൽ പിണറായിയും വെള്ളാപ്പള്ളിയും ഒരുമിച്ച് ചേർന്ന് കളിക്കൂട്ടുകാരെ പോലെ ആഗോള അയ്യപ്പ സംഗമത്തിലേക്ക് നടന്നു കയറുന്ന ദൃശ്യങ്ങൾ. ഒരു കാര്യം വ്യക്തമാണ്, അപ്പോൾ വെള്ളാപ്പള്ളിയുടെ കയ്യിൽ മുറുക്ക പിടിച്ച് മുന്നിൽ നടന്നത് പിണറായി തന്നെയാണ്. പാവം, ആ വെള്ളാപ്പള്ളിയുടെ അടക്കവും ഒതുക്കവുമുള്ള നടത്തം കണ്ടാൽ നമ്മൾ ഇപ്പോഴും അത് നാണിച്ചു പോകും. ഈ തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിൽ വടക്ക മലബാറിൽ ഇത് വലിയ ഓളം സൃഷ്ടിച്ചു. വെള്ളാപ്പള്ളിയെ ഒപ്പം കൂട്ടി പിണറായി വിജയൻ ഭൂരിപക്ഷ വർഗീയത ഇറക്കിയിരിക്കുകയാണ് എന്ന് മുസ്ലിം കേന്ദ്രങ്ങളിൽ വലിയ പ്രചരണം. മറുവശത്ത് മധ്യ തിരുവിതാംകൂറിലെ ക്രിസ്ത്യൻ മേഖലകളിലും വലിയ പ്രചരണം നടന്നത് വെള്ളാപ്പള്ളിയും പിണറായിയും ചേർന്നുള്ള ഭരണമെന്നാണ്. ഇതിനിടയിൽ നാഴികയ്ക്ക് 40 വട്ടം വെള്ളാപ്പള്ളി മുസ്ലിം സമുദായത്തെ തള്ളിപ്പറയുകയും ചെയ്തു. എല്ലാം വടക്കൻ മലബാറിലേക്ക് വലിച്ചുകൊണ്ടുപോയ UDF ഭരണത്തെ തള്ളിപ്പറഞ്ഞ വെള്ളാപ്പള്ളി പറഞ്ഞു, അടുത്ത വട്ടവും കേരളം പിണറായി ഭരിക്കുമെന്ന്. പിണറായിക്ക് തുടർ ഭരണം ഉറപ്പാണ് എന്നൊക്കെ വെള്ളാപ്പള്ളിയുടെ തള്ളൽ. സംഗതി വെള്ളാപ്പള്ളി വലിയ ബാധ്യതയായി എന്നും തിരിച്ചറിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ CPM. അതിനെതിരെ CPM-ൻ്റെ പ്രതികരണമാണ് ഏറെ വിചിത്രം. മന്ത്രി സജി ചെറിയാൻ പറയുന്നത്, അന്ന് ആഗോള അയ്യപ്പ സംഗമത്തിൽ പിണറായി വിജയൻ പങ്കെടുക്കാനെത്തിയപ്പോൾ ഈ വെള്ളാപ്പള്ളി ഉണ്ടല്ലോ വലിഞ്ഞു കയറി ചെന്നതാണെന്ന്. വെള്ളാപ്പള്ളി നടേശൻ മുഖ്യമന്ത്രിയുടെ കാറിൽ വന്ന സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വ്യാജ പ്രചരണം നടക്കുന്നുവെന്നാണ് മന്ത്രി സജി ചെറിയാൻ പറയുന്നത്. ഡോർ തുറന്ന് വെള്ളാപ്പള്ളി തന്നെയാണ് കാറിലേക്ക് വലിഞ്ഞു കയറിയത്. പ്രായമുള്ള ആളല്ലേ, നടക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് കയറിയതാവും എന്ന് പാവം മുഖ്യമന്ത്രി ധരിച്ചു. ഇതിലെന്താണ് തെറ്റ് എന്ന് സജി ചെറിയാൻ ചോദിക്കുന്നു. മാധ്യമങ്ങൾ സംഭവം വളച്ചൊടിച്ച് അവതരിപ്പിച്ചതാണ്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കാറിൽ വലിഞ്ഞു കയറിപ്പോയ വെള്ളാപ്പള്ളിയെ അന്നു മുതൽ ട്രോളുകയാണ് കേരളത്തിലെ സോഷ്യൽ മീഡിയ. പിന്നീട് വെള്ളാപ്പള്ളി പറഞ്ഞു, ഇതിനേക്കാൾ വില കൂടിയ കാറ് എൻ്റെ ഗാരേജിൽ ഇഷ്ടം പോലെ കിടപ്പുണ്ട്. കാറിൽ കയറുകയൊന്നും തൻ്റെ പൂതിയല്ല. സംഗതി ഏറ്റു എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് സാക്ഷാൽ സജി ചെറിയാനെ കളത്തിലിറക്കി പ്രതികരണത്തിന് CPM ശ്രമിക്കുന്നത്. പ്രതിപക്ഷ മാധ്യമങ്ങളുമായി ചേർന്ന് നുണപ്രചരണം നടത്തുന്നു എന്നാണ് സജി ചെറിയാൻ പറയുന്നത്. മുഖ്യമന്ത്രിയുടെ കാറിൽ വെള്ളാപ്പള്ളി സഞ്ചരിച്ചതിൽ ഒരു തെറ്റുമില്ല. അത് യാദൃച്ഛികമായി സംഭവിച്ചതാണ്. SNDP-യുമായി മാത്രമല്ല NSS-ഉം ന്യൂനപക്ഷ സംഘടനകളുമായും CPM-ന് നല്ല ബന്ധമുണ്ട്. UDF ന്യൂനപക്ഷ വീടുകളിൽ ഭൂരിപക്ഷ വർഗീയത പറഞ്ഞ് വോട്ട് പിടിച്ചുവെന്നാണ് സജി ചെറിയാൻ പറയുന്നത്.
ഭൂരിപക്ഷ വീടുകളിൽ ന്യൂനപക്ഷ വർഗീയതയായിരുന്നു അവരുടെ പ്രചരണം. LDF രാഷ്ട്രീയം പറഞ്ഞാണ് പ്രചരണം നടത്തിയത്. ആലപ്പുഴ ജില്ലയിൽ പാർട്ടിക്ക് ഒരുവിധ തിരിച്ചടിയും ഉണ്ടായില്ല എന്ന് സജി ചെറിയാൻ പറയുന്നു. മിക്ക ജില്ലാ നേതാക്കളും അവരുടെ ജില്ലയിൽ പാർട്ടിക്ക് തിരിച്ചടി ഉണ്ടായില്ല എന്ന് വിശദീകരിക്കുന്നു. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറയുന്നത് കേരളത്തിൽ മൊത്തത്തിൽ പാർട്ടിക്ക് തിരിച്ചടി ഉണ്ടായില്ല എന്ന്. എന്നാൽ വിചിത്രമായ ഒരു ആരോപണം ഇപ്പോൾ സജി ചെറിയാൻ മുന്നോട്ട് വയ്ക്കുന്നു. LDFൽ അനൈക്യം തിരിച്ചടിയായി. പ്രശ്നം പരിഹരിക്കുമെന്നും ജില്ലയിൽ BJP കാര്യമായ നേട്ടമുണ്ടാക്കിയിട്ടില്ല എന്നും സജി ചെറിയാൻ കണ്ടെത്തി. LDFലെ അനൈക്യം എന്നുദ്ദേശിക്കുന്നത് CPIക്കിട്ട് തന്നെയാണ്. CPI മുഖ്യമന്ത്രിക്കെതിരെ ഇന്ന് ചില പരാമർശങ്ങൾ നടത്തിയിരുന്നു. തോൽവിക്ക് പിന്നിലെ കാരണം മുഖ്യമന്ത്രി ഒറ്റയ്ക്കെടുക്കുന്ന തീരുമാനങ്ങളാണ് എന്നൊക്കെ CPI പിണറായിയെ വീണ്ടും ഒറ്റപ്പെടുത്തുന്ന കാഴ്ച കേരളം കാണുന്നു. അതിനുള്ള മറുപടിയാണ് ഇപ്പോൾ സജി ചെറിയാൻ കൊടുക്കുന്നത്. ഇതൊക്കെ കണ്ടും കേട്ടും ആകെ തരിച്ചിരിക്കുകയാണ് വെള്ളാപ്പള്ളി. മുഖ്യമന്ത്രിയോടൊപ്പം ഇരിക്കാതിരിക്കാൻ തനിക്കെന്ത് അയിത്തമുണ്ടോ എന്നൊക്കെയാണ് SNDP സെക്രട്ടറി ചോദിക്കുന്നത്. വെള്ളാപ്പള്ളിയുടെയും മുഖ്യമന്ത്രിയുടെയും CPMന്റെയും കൂട്ടുകെട്ട് LDFന് വലിയ ദോഷം വരുത്തിവെച്ചു എന്നാണ് ഇപ്പോൾ മാധ്യമങ്ങളുടെ വിലയിരുത്തൽ. ഇതിനോട് പ്രതികരിക്കുകയായിരുന്നു സജി ചെറിയാൻ. ആഗോള അയ്യപ്പ സംഗമത്തെ SNDP മാത്രമല്ല NSSും പിന്തുണച്ചിരുന്നു എന്ന് സജി ചെറിയാൻ ഓർമ്മപ്പെടുത്തുന്നു. അവരും അവരുടെ പ്രതിനിധി അയച്ചിരുന്നു. ഇതിനിടയിൽ വെള്ളാപ്പള്ളി ചില പ്രതികരണങ്ങൾ നടത്തി. ആഗോള അയ്യപ്പ സംഗമത്തിലേക്ക് NSSും അവരുടെ പ്രതിനിധി അയച്ചിരുന്നു. എന്നാൽ എല്ലാവരും കുറ്റപ്പെടുത്തുന്നത് എന്നെ മാത്രം. പാവപ്പെട്ട സമുദായക്കാരനായതുകൊണ്ടാണോ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് ഫലത്തിൻ്റെ പേരിൽ തന്നെ ഇങ്ങനെ വേട്ടയാടുന്നത് എന്ന് വെള്ളാപ്പള്ളി ചോദിക്കുന്നു. എന്തൊരു നിഷ്കളങ്കതയോടെയുള്ള സംസാരം. പാവപ്പെട്ടവരുടെ സമുദായം. ഈ വെള്ളാപ്പള്ളി അത്ര പാവപ്പെട്ടവനാണോ എന്ന് നമുക്കറിയാം. 24 മണിക്കൂറും വർഗീയത പ്രസംഗിക്കുന്ന ലീഗിനെ കൂടെ കൂട്ടി കോൺഗ്രസ് അവരുടെ വ്യക്തിത്വം നശിപ്പിക്കുകയാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന വലിയ പാരമ്പര്യത്തിനുടമകളാണ് കോൺഗ്രസ് എന്ന് ഇപ്പോഴത്തെ നേതാക്കൾ തിരിച്ചറിയുന്നില്ല. വെള്ളാപ്പള്ളിയുടെ കലിപ്പ് അങ്ങ് തീരണില്ല. തോറ്റത് LDF. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ആകെ LDF തോറ്റ് വിറങ്ങലിച്ചു നിൽക്കുമ്പോൾ കുറ്റപ്പെടുത്തലുകളെല്ലാം വെള്ളാപ്പള്ളിക്ക്. വെള്ളാപ്പള്ളി കഴിഞ്ഞ കുറേ കാലമായി നടത്തുന്ന പിണറായി പൂജയുടെ പേരിലാണ് ഇപ്പോൾ അതിശക്തമായ വിമർശനങ്ങൾ. ഇതൊക്കെ ഒന്ന് വെള്ളാപ്പള്ളി മനസ്സിലാക്കിയിരുന്നു എങ്കിൽ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.